നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനാണോ അമ്മ ശ്രമിക്കുന്നത്? സുഖമില്ലാത്ത ഏട്ടനെ കൊണ്ട് എന്റെ ചേച്ചിയെ വിവാഹം കഴിപ്പിക്കാൻ എന്തിനാ ശ്രമിക്കുന്നത്? ദയവ് ചെയ്ത് ചേച്ചി എനിക്ക് വേണ്ടി ഭാർഗവി മുത്തശ്ശിയുടെ ഡിമാൻഡ് അംഗീകരിക്കരുത്. മോളെ, അത് അമ്മ ഒന്നും മിണ്ടാതിരുന്ന് അമ്മ ഇതിൽ ഇടപെടണ്ട. ഞാൻ പറയട്ടെ. ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. സിദ്ധാർത്ഥേട്ടനെ കല്യാണം കഴിക്കാന്നും പറഞ്ഞ് ചേച്ചി സമ്മതിക്കരുത്. ഇതെന്റെ അപേക്ഷയാ. അയ്യോ ചേച്ചി, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ത്യാഗം എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് കരുതി ചേച്ചി ചെയ്യരുത്. അത് വേണ്ട, അതിന് ഞാൻ അനുവദിക്കില്ല. മോളെ, അപ്പൊ നിന്റെ ജീവിതം വേണ്ട. ചേച്ചി ആനന്ദേട്ടനെ തന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. അപ്പൊ നീയും അഭിഷേകും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടക്കും? സിദ്ധാർത്ഥനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചാലല്ലേ? ഇല്ല, എന്തായാലും ഇനി ഒരു വിവാഹത്തിന് ഞാനില്ല. അഭിഷേകിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. അവനൊത്തൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടതുവാ. അതൊന്നും പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അതൊന്നും മറക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എല്ലാം മറന്നൊരു ജീവിതം എനിക്ക് വേണ്ട. മോളെ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ആരും ഇനി ഈ വിവാഹത്തെ പറ്റി എന്നോടൊന്നും പറയാൻ വേണ്ട. ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം, ഇല്ലെങ്കിൽ മരിച്ചോളാം. സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് ചേച്ചി സമ്മതിക്കരുത്. പൊന്നാരം തോട്ടത്തിലെ ജാനകിയുടെയും മഹാദേവന്റെയും മൂത്ത മകൻ സിദ്ധാർത്ഥൻ മാനസിക നില തെറ്റിയ ആളാ. ദേവിക ഒന്ന് ചിന്തിക്കും. അഞ്ജിതയുടെയും ഗോപികയുടെയും ഭാവി ഇപ്പോ ദേവികയുടെ കൈകളിലാ. താൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്തൊക്കെയോ ചില സമ്മർദ്ദങ്ങളുടെ പുറത്ത്. കുഞ്ഞെ, വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. വിഷമിക്കണ്ട മോളെ, നീ തേടുന്ന ഉത്തരം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ കാക്കാത്തി വെറുതെ ഒന്നും പറയില്ല, പറയുന്നത് കൃത്യമായിരിക്കും. ദൈവത്തെ മുറുകെ പിടിച്ചോളൂ. മോളുടെ മനസ്സിലുള്ള ഉത്തരം പലപ്പോഴായി ദൈവം മോൾക്ക് കാണിച്ചു തരും. മോള് സമാധാനായിട്ടിരിക്കെ. നീ തേടുന്ന ഉത്തരം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്.
നീ എവിടെയാ? ആശുപത്രിയിലെ മറ്റാണോ? ഞാൻ ആശുപത്രിയിലല്ല. ആ, എന്നാ വേഗം വീട്ടിലേക്ക് വാ. എന്താ മുത്തശ്ശ, എന്തെങ്കിലും അത്യാവശ്യം? നീ വാ, പറയാം. ഞാൻ ദേ എത്തി. ഇത് നമ്മുടെ ദേവികയല്ലേ? ദേവികെ, ഇനി വന്നേ. എന്റെ മോനെ വിവാഹം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നിന്റെ അനിയത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് കേട്ടു. അത് അല്ല, നിന്നെ കുറിച്ച് പറയുമ്പോ ജാനകി അടുത്തേക്കും അമ്മയ്ക്കും 100 നാവാം. നീ ദയാലുവാണ്, കരുണയുള്ളവളാണ്, മറ്റുള്ളവരുടെ സങ്കടം കണ്ട കൂടെ കരയുന്നവളാണ് എന്നൊക്കെയാ അവര് പറയുന്നേ. പക്ഷെ നിന്റെ അനിയത്തിമാര് സങ്കടത്തിലായിട്ടും അവരെ കുറിച്ച് ചിന്തിക്കാതെ, അവർക്ക് വേണ്ടിയെങ്കിലും വിവാഹത്തിന് സമ്മതിക്കാതെ നീ ഇവിടെ പാർക്കിൽ വന്നിരിക്കുകയാണോ? കഷ്ടം തന്നെ നിന്റെ കാര്യം. എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ ചെല്ലണം. മുത്തശ്ശൻ വിളിച്ചിരുന്നു, ഞാൻ ചെല്ലട്ടെ. ദേവികേ, പറമോളെ. അമ്മേ, അത് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഋഷി ഇപ്പോഴും മയക്കത്തിൽ തന്നെ അമ്മേ. അമ്മേ, എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട്. പറഞ്ഞോ, എന്താ കാര്യം? എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനാണോ അമ്മ ശ്രമിക്കുന്നത്? സുഖമില്ലാത്ത ഏട്ടനെ കൊണ്ട് എന്റെ ചേച്ചിയെ വിവാഹം കഴിപ്പിക്കാൻ എന്തിനാ ശ്രമിക്കുന്നത്? ഞാൻ ചോദിച്ചത് അമ്മ കേട്ടില്ലേ? അമ്മ അതിന് മറുപടി പറയണം. ആരാ മോളെ? നിങ്ങൾ ആരൊക്കെ തീരുമാനിച്ചാലും, ചേച്ചി സമ്മതിച്ചാലും, സിദ്ധുവേട്ടനും ദേവികേച്ചിയും തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ ചേച്ചിയുടെ ജീവിതം അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല. ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതുണ്ടായേ തീരും. അതുണ്ടായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗോപികെ, നിർത്ത. നീ എന്ത് അഹങ്കാരത്തിലാ ഇങ്ങനെ സംസാരിക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.